Hi friends, once again welcome back to Media Makani. It's me Akbar Shabir. ഇന്ന് മീഡിയ മക്കാനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഫുഡ് ചലഞ്ചിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. Till I get up, time is barely on our side. അപ്പോൾ നമ്മളിന്ന് എത്തിപ്പെട്ടിട്ടുള്ളത് താനൂർ ദേവദാർ ടോൾ പ്ലാസയ്ക്ക് അടുത്തുള്ള ഗേറ്റ് വേ ഫാമിലി റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള ഒരു ഫുൾ കുഴിമന്തി ഈറ്റിംഗ് ചലഞ്ചാണ് നമ്മളിന്നിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ഏറ്റെടുക്കുന്നത് വിനയൻ തന്നെയാണ്. അതിനു മുമ്പായിട്ട് എനിക്കും വിനയനും നിങ്ങളോട് പറയാനുള്ളത്, ഇതിന് മുന്നേ ഞങ്ങളൊരു 3 ഷവായ ഈറ്റിംഗ് ചലഞ്ച് ഇട്ടിരുന്നു. അത് ഒരുപാട് പേര് കണ്ടു, ഷെയർ ചെയ്തു, എല്ലാവരും നല്ല സപ്പോർട്ടാണ് ചെയ്തത്. അതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ കുഴിമന്തി ചലഞ്ച് ഞങ്ങളിവിടെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോട്ടേക്ക് എങ്ങനെയാണ് ഈ കുഴിമന്തി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമുക്ക് ഡിഷെല്ലാം ഗേറ്റ് വേൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള ഷിയാബ് ആൻഡ് അനീഷ് റെഡിയാക്കിയിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് തന്നെ ടേബിൾ സെറ്റാക്കിയിട്ടുണ്ട്. 4 പേർക്ക് കഴിക്കാവുന്ന ഏകദേശം 3-3.5 കിലോ വരുന്ന കുഴിമന്തിയാണ് ഇന്ന് ടേബിളിൽ സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ 1 ലിറ്റർ ആൻഡ് 200 ml പെപ്സി. അപ്പോൾ ഈ രസകരമായിട്ടുള്ള ചലഞ്ചിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ കുഴിമന്തി ചലഞ്ച് ഞാൻ തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഈ ചാനൽ, നമ്മുടെ മീഡിയ മക്കാനി എന്ന് പറയുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, the storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. കുഴിമന്തി, അറേബ്യൻ കുഴിമന്തി എന്ന് പറയുമ്പോൾ എന്താ പറയുക, കഴിച്ചെന്ന് നോക്കണം. ഇങ്ങനെ ടേസ്റ്റ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചു നോക്കണം. കാരണം ഇതിന് സ്പെഷ്യൽ മസാലയാണ്. അതുപോലെ തന്നെ ആരെങ്കിലും ഇനി കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ താനൂരുള്ള
ഈ ഗേറ്റ് വേ എന്നുള്ള ഫാമിലി റെസ്റ്റോറൻറ്റിൽ വരാൻ കഴിക്കാം. ഓക്കെ, അടിപൊളി ടേസ്റ്റാണ്. Echoing around these walls, fighting to create a song. I don't wanna miss a beat. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ റൈസൊക്കെ നല്ല കറക്റ്റ് വേവാണ്. എന്താ പറയുക, ചിക്കൻ്റെ മസാല ഒക്കെ ശരിക്കും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് റൈസിലൊക്കെ. Grow in number, fueled by them to see the horizon, turn us to thousands. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. നമ്മുടെ കുഴിമന്തി ചലഞ്ച് എന്താ പറയുക, ഏകദേശം കഴിയാറായിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ച പോലെയല്ല, റൈസ് കുറച്ച് തോനുണ്ട്, ഒരുപാടുണ്ട്. ഓക്കെ, I don't wanna miss a beat. And on we'll go. ഇനി വയ്യ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഷവായ കഴിച്ച പോലെ ഇത്ര എളുപ്പമുള്ള ചലഞ്ചല്ല നമ്മുടെ കുഴിമന്തി ചലഞ്ച്. ഇത് 4 പേർക്കല്ല 5 പേർക്കുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ ചലഞ്ച് പൂർത്തീകരിക്കാനായിട്ട് എൻ്റെ സുഹൃത്തുക്കളെ വിളിക്കണം. അക്ബറെ വാ വാ, കയറുവാ കയറുവാ, അല്ലല്ല കയറുവാ. സജദ സന്ദീപ് കമ്മണം. ഇനി ഒരു കഷ്ണം പറ്റില്ല, ടെമ്പറാണ്. വാ വാ വാ, സജദ. അപ്പോൾ ഈ ചലഞ്ച് ഇത് 4 പേർക്കല്ല, നമ്മുടെ ഗേറ്റ് വേ റെസ്റ്റോറൻറ്റുകാരോട് പ്രത്യേകം പറയണത് 4 പേർക്കുകളല്ല 5 പേർക്കുകളുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ചലഞ്ചിൽ വിനയം പരാജയപ്പെട്ട് കീഴടങ്ങിയിരിക്കുകയാണ്. ഒരു തുള്ളി പോലും കഴിക്കാനുള്ള വയറൊക്കെ 1 ലിറ്റർ പെപ്സി കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പോൾ കമ്മിയർ മോനെ കയറിയിടാം.
5 പേർക്കല്ല. വരാൻ പോകുന്ന ചലഞ്ചിൽ പിന്നെ ഇതേപോലെ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഞങ്ങൾക്ക് കഴിക്കാം. ചിക്കനൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല, കിട്ടുമല്ലേ. ഇവിടെയാണ് കുഴിമന്തി ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഞാൻ പറയാം, നമ്മൾ കുഴിമന്തി പല സ്ഥലത്തുനിന്നും കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും ടേസ്റ്റായിട്ടൊരു കുഴിമന്തി നമ്മൾ കഴിച്ചില്ല. കാരണം നമ്മളോട് അനീഷും അതേപോലെ തന്നെ ഷിഹാദല്ലേ പേര്, ഷിയാബ്, അതേപോലെ തന്നെ അനീഷ്, ഇവർ പറഞ്ഞത് ഏകദേശം ഒരു 4 പേർക്ക് കഴിക്കാണ്ടാവുന്നത്, 5 പേർക്ക് കഴിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇത് ഏകദേശം പോർഷൻ വരുന്നത് ഒരു 3-3.5 കിലോളം വരും. 3.25 കിലോളം ഇത് വെയിറ്റ് വരുന്നുണ്ട്. ഏകദേശം വിനയനൊരു 3/4 ഭാഗം കഴിച്ചിട്ടുണ്ടോ? ടെമ്പറാണ്. ഓക്കെ, 3/4 ഭാഗം വിനയം കഴിച്ചിട്ടുണ്ട്. കാരണം സജത്ത് കഴിക്കും, സന്ദീപ് ഒരു കഴിക്കൂ. ചിക്കൻ ഒരു 1/2 പീസ് ഇട്ടുണ്ടാവും അല്ലേ? ടൈറ്റ് ടെമ്പറാണ്. സന്ദീപ് പോയോ? കഴിക്കും, ഒരു പീസ് ചിക്കൻ കഴിക്കും. കഴിക്കും. കഴിക്കും സന്ദീപ് കഴിക്കും. പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു, നമ്മുടെ സുഹൃത്തുക്കൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ചലഞ്ചായിരുന്നു നമ്മുടെ കുഴിമന്തി ചലഞ്ച്, കുഴിമന്തി ഈറ്റിംഗ് ചലഞ്ച്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സുഹൃത്തുക്കൾ വന്ന് അക്ബറും സജാദും. സോ എല്ലാവരും ഈ വീഡിയോ എല്ലാ ആൾക്കാരും വീഡിയോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, നല്ല കമൻസ് ഇടുക, ഇൻബോക്സിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഓക്കെ ഗൈസ്, ഇനി ഇതുപോലുള്ള വെറൈറ്റി ചലഞ്ചുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ.